Welcome to speech. First of all, ഞാനൊരു അപ്പോളജിയിൽ സ്റ്റാർട്ട് ചെയ്യണം. We were supposed to upload our Talk Tuesday video yesterday, but there was some issues, so I had to postpone to today. I apologize, and let's get on to it. Today I'm going to tell you one of the most important and essential skill that will lay down the foundation for your English fluency. That's called listening. ലിസണിങ് എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുക അല്ലെങ്കിൽ കേൾക്കുക. ദ മോർ യു ലിസൺ ദ ബെറ്റർ യു സ്പീക്ക്. നമ്മൾ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഗ്രഹിക്കുന്നു അത്രത്തോളം ബെറ്ററായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ലിസൺ എന്ന് മാത്രമല്ല, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ സെൻറ്റൻസസ്, ഇറ്റ്സ് ടോൺ ആൻഡ് ദ കോണ്ടെക്സ്റ്റ്. ഓബ്വിയസ്ലി ലിസണിങ് എന്ന് പറയുന്നത് ഏതൊരു ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. Only when you listen you can understand and learn any language, not only English, may it be French, German or any language. ഒന്ന് ചിന്തിച്ച് നോക്കും, നമ്മൾ കുട്ടികൾ സംസാരിക്കാൻ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ അവരോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ അവർ വളരെ ശ്രദ്ധയോടെ കേൾക്കാറുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ലിസണിങ് യു ഒബ്സോർവ് ദ വേർഡ്സ്. ആ വാക്കുകൾ നമ്മൾ ഒബ്സോർവ് ചെയ്യും. പിന്നെ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ, പിന്നെ നമ്മൾ ആ സംസാരിക്കുന്ന സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ത്രൂ ലിസണിങ് ദാറ്റ് യു ബിൽഡ് ദ ഫൗണ്ടേഷൻ ഫോർ സ്പീക്കിംഗ് ഫ്ലുവൻ്റ്ലി ആൻഡ് നാച്ചുറലി. നാച്ചുറലായിട്ടും ഫ്ലുവൻ്റായിട്ടും സംസാരിക്കാൻ നമ്മൾ പഠിക്കുന്നത് തന്നെ ലിസണിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. സോ ടു ബിഗിൻ വിത്ത് എഫക്റ്റീവായിട്ടുള്ള ലിസണിങ്ങിന് വേണ്ടിയിട്ട് യു ഷുഡ് സ്റ്റാർട്ട് സ്മോൾ. അതായത് വളരെ ചെറിയ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നേവരെ അത് അങ്ങനെ ഒരു പ്രോസസ്സ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തിരുന്നില്ല. അറിയാതെ നമ്മൾ ലിസൺ ചെയ്യുമായിരുന്നു, നമ്മളത് ഗ്രഹിക്കുമായിരുന്നു. ബട്ട് now you have to do it deliberately. നമ്മൾ മനഃപൂർവ്വം കേട്ട് ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ടോൺ, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ യു നീഡ് ടു സ്റ്റാർട്ട് സ്മോൾ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചെറിയ ചെറിയ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്സ് അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്സ് എടുത്തിട്ട് ലിസൺ ടു ഇറ്റ് വിത്ത് ദ സബ് ടൈറ്റിൽസ്, അല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. സബ് ടൈറ്റിൽസ് ചിലതൊന്നും കിട്ടാറില്ല. കിട്ടുകയാണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴി ഈ ഓഡിയോ ക്ലിപ്സോ വീഡിയോ ക്ലിപ്സോ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. കേൾക്കുക മാത്രമല്ല, അത് റിപ്പീറ്റഡായിട്ട് കേൾക്കുക, മൾട്ടിപ്പിൾ ടൈംസ്. നമ്മൾ ഒരേ ഒരു കാര്യം പലതവണ നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയും. ആൻഡ് യു ട്രൈ ടു റിപ്പീറ്റ് ദ സെൻറ്റൻസസ് ദാറ്റ് യു ഹിയർ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വോയിസ് ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തു, ഒരാളൊരു ഡയലോഗ് പറയുന്നത് നമ്മൾ പോസ് ചെയ്ത് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ദെൻ യു ട്രൈ ടു റിപ്പീറ്റ് ഇറ്റ് അലോങ് വിത്ത് ഹൗ ഹീ പ്രൊണൗൺസസ് ഈച്ച് വേർഡ്. ആ ഡയലോഗിൽ പുള്ളി പ്രൊണൗൺസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. എവറി ഡേ, എല്ലാ ദിവസവും നമ്മൾ ഒരു 10 to 15 മിനിറ്റ്സ് ഈ ഒരു എക്സസൈസിലേക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റി വയ്ക്കുക. നിങ്ങൾ ഈ ഓഡിയോ ക്ലിപ്സും വീഡിയോ ക്ലിപ്സും ഒക്കെ കേൾക്കുമ്പോൾ ട്രൈ ടു അനലൈസ് എന്താണ് ആ സിറ്റുവേഷൻ, എങ്ങനത്തെ സിറ്റുവേഷനിലാണ് ആ ഒരു ഡയലോഗ് ഡെലിവർ ചെയ്യുന്നത്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ട്രൈ ടു റൈറ്റ് ഡൗൺ എനി ന്യൂ വേർഡ്സ്. From my part, I would say write down 3 new words that you learn from the video clips or the audio clips. Then ആ എഴുതിയെടുത്ത വാക്കുകളുടെ അർത്ഥം ഡിക്ഷണറിയിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്യുക. Then try to make sentences. Okay, so let this be your exercise for the week. ഇന്ന് മുതൽ നെക്സ്റ്റ് ട്യൂസ്ഡേ വരെ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഹൗ യു എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. വാസ് ഇറ്റ് എ ഗുഡ് വൺ, or do you need more improvising,
or do you need to improve more? Okay, find an audio clip or video clip, listen to it carefully, and note down 3 new words that you learn. Even phrases വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം if you find it easy. And don't forget to pronounce. ആ വാക്കുകൾ പ്രൊണൗൺസ് ചെയ്യാൻ പഠിക്കുക. Okay, so that's it from me today. Thank you all for listening to my voice. You all have a wonderful day. Together we shall speak, evolve, and achieve. And please don't forget to share our page and subscribe to my channel. Thank you very much.